ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൽ റുഹ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ എൽ റുഹ ധ്യാന മന്ദിരത്തിൽ നിന്നും എൽ റുഹ ദൈവവചന ശുശ്രൂഷ എന്ന പേരിൽ ഒരു പുതിയൊരു ശുശ്രൂഷ ഷാലോം ടെലിവിഷനിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. എന്താണ് എൽ റുഹ ദൈവവചന ശുശ്രൂഷ? എൽ റുഹ ധ്യാന മന്ദിരത്തിലെ ഒരു ഓൺലൈൻ ശുശ്രൂഷയായ അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയും എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരിക്കൽ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്നൊരു ദൈവസ്വര സന്ദേശമാണ് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. ആ സന്ദേശത്തെ തുടർന്ന് ആളുകളെ കൊണ്ട് ഇവിടുത്തെ താമസമുള്ള ധ്യാനങ്ങളിലും അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയിലും മറ്റ് എല്ലാ ശുശ്രൂഷകളിലും ആരാധനയ്ക്ക് മുമ്പും മറ്റും വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് ആളുകളെ കൊണ്ട് സ്തുതിപ്പിക്കുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകൾക്കും ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തന്നു. ആ ഒരു ദൈവാനുഭവത്തിൽ നിന്നാണ് ഇങ്ങനെ എൽ റുഹ ദൈവവചന ശുശ്രൂഷ എന്ന പേരിൽ ഒരു പുതിയൊരു ശുശ്രൂഷ തുടങ്ങാനുള്ള പ്രചോദനം പരിശുദ്ധാത്മാവ് എനിക്ക് തരിക. അപ്പോൾ എന്താണ് എൽ റുഹ ദൈവവചന ശുശ്രൂഷ? ദൈവവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് എൽ റുഹ ദൈവവചന ശുശ്രൂഷ. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം നമുക്ക് ആ വചനം തന്നെ എല്ലാവർക്കും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ കണ്ടല്ലോ ഈ പ്രവചനത്തിലെ വാക്കുകൾ എന്ന് വെച്ചാൽ വചനങ്ങൾ. അത് വായിക്കുന്നവർ അനുഗ്രഹീതരാണ്, കേൾക്കുന്നവർ അനുഗ്രഹീതരാണ്, അത് പാലിക്കുന്നവരും അനുഗ്രഹീതരാണ്. ആദ്യം തന്നെ പറയുക, വായിക്കുന്നവർ അനുഗ്രഹീതരാണ് എന്നാണ്. വായിക്കുക എന്ന് വെച്ചാൽ ആ വചനങ്ങൾ ഏറ്റുപറയുക, സ്പെല്ല് ചെയ്യുക, ഉച്ചരിക്കുക. ഒരു വചനത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് ആ വചനം നമ്മൾ സ്പെല്ല് ചെയ്യുമ്പോഴാണ്, ഉച്ചരിക്കുമ്പോഴാണ്, വായിക്കുമ്പോഴാണ്, ഏറ്റുപറയുമ്പോഴാണ്. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം ജെറമിയ 36:6 തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു: ആകയാൽ നീ
കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിന്റെ വചനം വായിക്കണം. പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ജെറമിയ പ്രവാചകന് കർത്താവിന്റെ അരുൾപ്പാടുണ്ടാവുകയാണ്. എല്ലാവരും കേൾക്കെ വചനം വായിക്കണം. വചനം വായിക്കുന്നവര്, അത് ഏറ്റുപറയുന്നവര് അനുഗ്രഹീതരാണ്. ഇപ്രകാരം വചനം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ് എൽറുഹ ദൈവവചന ശുശ്രൂഷ. ഇന്ന് ഈ ആരംഭ ശുശ്രൂഷയിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തരുന്ന ഒരു വചന സന്ദേശമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനം. നമുക്ക് ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യാൻ പരിശുദ്ധ അമ്മ ആ കാനായിലെ വീട്ടുകാരോട് പറയുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളോടും ഭവനാംഗങ്ങളോടും പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറയുകയാണ്. യേശു പറയുന്നത് പോലെ ചെയ്യുക. നമ്മുടെ കർത്താവ് ചെയ്ത ആദ്യത്തെ അത്ഭുതമാണല്ലോ കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന അത്ഭുതം. കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തിൽ ചെയ്ത ഈ ആദ്യത്തെ അത്ഭുതം ചെയ്യാൻ കാരണമായ വചനമേത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പരിശുദ്ധ അമ്മ പറഞ്ഞ ഈ വചനം. യോഹന്നാൻ 2:5 അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക? അത് യേശു പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും സംഭവിക്കുക. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് അത്ഭുത രോഗശാന്തി കിട്ടിയപ്പോൾ ആളുകൾ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഈ സൗഖ്യം കിട്ടിയത്? അതിനുത്തരമായി അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്കെല്ലാവർക്കും ഉച്ചത്തിൽ വായിക്കാം. യോഹന്നാൻ 9:10 ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോൾ അവർ അവനോട് ചോദിച്ചു എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായി പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കണ്ടല്ലോ, ഈ ജന്മന അന്ധനായ മനുഷ്യന് എങ്ങനെയാണ് നിനക്ക് കാഴ്ച കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടോ. അദ്ദേഹം പറയുകയാണ്, യേശു എന്ന പേരുള്ളൊരു വ്യക്തി എന്നോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞതുപോലെ ഞാൻ അതുപോലെ തന്നെ ചെയ്യുകയാണ്. സീലോഹായി പോയി കഴുകാൻ പറഞ്ഞു, ഞാൻ അതുപോലെ അവിടെ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. അപ്പം എപ്പോഴാണ് നമുക്ക് ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ സാധിക്കുക? യേശു പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവാനുഗ്രഹം സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, ഒത്തിരി മക്കളാണ് വിശ്വാസക്കുറവിലൂടെ കടന്നു പോവുക. വിശ്വാസക്കുറവിൻ്റെ ദുരാത്മാവ് ബാധിച്ച മക്കളുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ വിശ്വാസക്കുറവിൻ്റെ ദുരാത്മാവിനെ പുറത്താക്കാൻ. ഇന്ന് നമ്മൾ ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ ഏറ്റുപറയുക. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ
വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇരു കരമുയർത്തുന്ന സ്തുതിച്ചേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയായെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവികാനത്തിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശിരിരി പത്രോസിനെ പോലെ വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്നു. യേശു കർത്താവാണ്, യേശു ഏക രക്ഷകനാണെന്നുള്ള വിശ്വാസം, യേശു ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ടെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ പോരാ പോരാ, ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പോരാ, ശബ്ദമുയർത്തി സ്തുതിച്ചേൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുവിനെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കാൻ പോവുകയാണ്. ആരാധിച്ചും സ്തുതിച്ചും യേശുവിനുള്ള വിശ്വാസത്തിൽ വളരുക. 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ചേൻ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ദിവ്യാന്തരി നോക്കിക്കൊണ്ട് യേശുവിനെ ആരാധിക്കുക. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ. കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് ആരാധന അങ്ങയ്ക്ക് ആരാധന, ആരാധന അങ്ങയ്ക്ക് ആരാധന, ആരാധന അങ്ങയ്ക്ക് ആരാധന, ആരാധന അങ്ങയ്ക്ക് ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ഇരു കരങ്ങളെ സ്തുതിച്ചേൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയായി ദിവികാനത്തിൽ നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിക്കുക. അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൻപം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടണേ, തിരത്തത്ത കഴുകണമേ. സകല ക്ഷുദ്രവും മന്ത്രവാദവും ആഭിചാരവും കൂടോത്രവും ദൃഷ്ടിദോഷവും പൈശാചിക പീഡകളും ബാധകള് ഞങ്ങളുടെ കുടുംബത്തിന് കൂട്ടായ്മയും ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോകട്ടെ. സർവശക്തനാ ദൈവത്തിന്റെ ശക്തിയാ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശക്തിയുടെ മധ്യസ്ഥാനം മികാ റപ്പായി ഗബ്രിയേൽ മാലാഖമാരുടെ ശക്തമായ സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും എല്ലാ തിന്മകളും വെള്ളത്തിലൂടെ, വായുവിലൂടെ, വസ്ത്രത്തിലൂടെ, ഭക്ഷണത്തിൽ കടന്നു വന്ന മാനസികമോ ശാരീരികമോ ആത്മീയമായിട്ടുള്ള മാനസികമോ പ്രാപഞ്ചികമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും 40 ലുക്ക 48 മർക്കോസ് 16:5 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രൻ വന്നിരിക്കുന്നു. വചന ശക്തിയ സകലവിധ പ്രകൃതിക്ഷോഭ, ഇടിമിന്നൽ, ഇടിവെട്ട്, നാശനഷ്ടങ്ങള്, വെറുപ്പ്, ഉദ്ദേശ, വാശി, വൈരാഗ, തർക്കങ്ങൾ, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികള്, ജഡികാസക്തി, ദ്രവ്യാസക്തി, കോപാസക്തി, ഭക്ഷണാസക്തി, എല്ലാത്തിലും സ്വയംഭോഗം, സമർഗഭോഗം, തെറ്റായ ബന്ധങ്ങള്, സ്നേഹങ്ങള്, വ്യഭിചാര, ദുർബോധങ്ങള്, അഹങ്കാരം, അസൂയ, അലസത, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, യാത്രാ തടസ്സം, പഠന തടസ്സം, കോടതി കേസുകള്, സാമ്പത്തിക ബുദ്ധിമുട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരേന്ദ്രിയങ്ങള്, ബാഹ്യേന്ദ്രിയങ്ങള്, ചെറുതും വലുതുമായ രോഗപീഠകള്, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊണ്ടാവാണി സ്വഭാവങ്ങള്, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും സ്തുതിച്ച് പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും ജപമാല ചെല്ലാനുള്ള തടസ്സങ്ങള്, രോഗശാന്തി തടസ്സങ്ങള്, സന്ദേശങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങള്, വന്യജീവികളുടെ, ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങള്, അതിന് പിന്നിപ്പോത്തിക്കുന്ന പൈശാചിക രൂപി അന്ധകാര ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ കുരിശിലൂടെ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ അത് കണ്ടുകൊണ്ടിരിക്കുന്നതിലോ പ്രവേശിച്ച് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 3 പ്രാവശ്യം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ചേ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ച്
സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ, അവനല്ലോ തിരുവോസ്തിരു. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആവർത്തിച്ചു പാടി. ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന. ഇരുകരങ്ങൾ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദീപികാനെ നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആരെയും ശ്രദ്ധിക്കണമില്ല, യേശുവിനെ സ്തുതിക്കുക. അറിയാവുന്ന പോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ബന്ധനങ്ങൾ അഴിയുന്നവരെ സ്തുതിക്കുക. ദുഃഖം സന്തോഷമായി തീരുന്നവരെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ചങ്ങലകൾ അഴിയുന്നതുവരെ സ്തുതിക്കുക. അടഞ്ഞ വാലുകൾ തുറക്കപ്പെടുന്നവരെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് സ്തുതിക്കുക. അവൻ പറയുന്നത് പോലെ ചെയ്യാൻ തീരുമാനമെടുത്തുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരാ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം മാംസമായി തീരട്ടെ. സകല തടസ്സങ്ങളും മാറിപ്പെട്ട് ബന്ധനങ്ങൾ അഴിയട്ടെ. എല്ലാവരും ഭാഷയോടുള്ള ഭാഷാത്തിൽ സ്തുതിക്കുന്നു, പരസ്പരം പ്രാർത്ഥിക്കുന്നു. യേശുവിനെ ആരാധിക്കുക. ആലുലി, 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 ആലുലിയ. പോരാ, സ്തുതിച്ചേ, സ്തുതിച്ചേ. ആലുലി, 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 ആലുലിയ. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ ദിവികാണ്യ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാവരും സ്തുതിക്കുന്നു. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബെന്നി എന്ന പേരുള്ള മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. റിയ എന്ന പേരുള്ളൊരു മകളെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം നൽകുന്നുണ്ട്. സ്തുതിക്കുന്നു. ഉത്തിരിയം ധരിക്കാത്ത അനേകം മക്കളെ കർത്താവ് കാണിക്കുകയാണ്. ഉത്തിരിയം ധരിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം ധരിക്കുകയാണ്. വെന്തിങ്ങ അല്ലെങ്കിൽ ഉത്തിരിയം എന്ന് വിളിക്കപ്പെടുന്ന ആ ആയുധമാണത്. വലിയൊരു ആയുധമാണ് മാതാവ് നമുക്ക് തന്നിരിക്കുന്ന ആയുധം. ഉത്തിരിയം ധരിക്കാൻ എല്ലാവർക്കും കർത്താവ് സന്ദേശം തരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കുറേ പേര് ഉത്തിരിയം ധരിച്ചിട്ടില്ല എന്ന് മാതാവ് സങ്കടപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഇങ്ങനെ ഉത്തിരിയം ധരിച്ചവരിൽ തന്നെ ഈ ഉത്തിരിയത്തിൻ്റെ 2 വെന്തിങ്ങ തട്ടുകൾ ഇല്ലാത്ത മക്കളുണ്ട്. ഒരു തട്ട് മാത്രം ഇട്ടിരിക്കുന്നവർ, 2 തട്ടും കൂടി ഒരുമിച്ച് ഇട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ കൊന്തയോട് കൂടെ തന്നെ 2 തട്ടും ഇട്ടിരിക്കുന്നവർ. അങ്ങനെ ചെയ്യാതെ വെന്തിങ്ങ അതിൻ്റേതായ രീതിയിൽ തന്നെ കഴുത്തിൽ ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെ വചനവായന കുറഞ്ഞു പോയ കുടുംബങ്ങളിലൊക്കെ വചനവായനയുടെ തടസ്സം കർത്താവ് എടുത്തു മാറ്റി വചനം വായിക്കാനുള്ള കൃപ നൽകി പല കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കുറഞ്ഞു പോയ പല കുടുംബങ്ങളിൽ നിന്ന് അതിൻ്റെ ആ ഒരു തടസ്സം കർത്താവ് എടുത്തു മാറ്റി കുടുംബ പ്രാർത്ഥന ചൊല്ലാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുല്ലൂര് എന്ന സ്ഥലത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ. തലയിൽ ട്യൂമറുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്തൊട്ട് സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണ് സംബന്ധമായ രോഗങ്ങൾ, കണ്ണട വെച്ചിട്ടുള്ള മക്കളാണ്. 3 പേർക്ക് കണ്ണട മാറ്റാനുള്ള കൃപ നൽകി കാഴ്ചശക്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിക്കുക. ഹല്ലേലൂയ. വേരിക്കോസ് വെയിൻ അതിൻ്റെ രോഗം മൂലം വിഷം അനുഭവിക്കുന്ന 6 പേരുടെ വേരിക്കോസ് രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. LLBക്ക് പഠിക്കുന്ന 2 പേരെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസിക പിരിമുറുക്കം, അനേകം മക്കൾക്ക് മാനസിക പിരിമുറുക്കം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ. തോളലിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. സൈമൺ, ബാബു ഈ പേര് ഈശോ തരുന്നു. അവരെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
16 വർഷത്തോളമായ ജലദോഷവും തുമ്മലും അലർജി ആ രോഗപീഠ കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി ഒരാളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശരി. ഒരു തൈറോയിഡ് ക്യാൻസർ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദീപക് എന്ന മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നത്. സ്തുതിക്കുക, എല്ലാവരും സ്തുതിക്കുക. ശരി. കണ്ണിലൊരു വലിയ കുരു വന്ന് അസ്വസ്ഥതയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. ആമവാദമുള്ളൊരു സഹോദരന് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സഹോദരിമാരായ ജാൻസിയെയും ജിൻസിയെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുക. 11 പേരുടെ വിസാ തടസ്സം കർത്താവ് ഏൽറുഹ ദൈവവചന ശുശ്രൂഷ സമയത്ത് കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. തല നിറയെ സോറിയാസിസ് വന്ന് വലിയ അസ്വസ്ഥതയിലായിരിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും എക്കിട്ടം വരുന്ന അവസ്ഥയുള്ള ഒരാൾക്ക് ഇതിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സിനി എന്ന പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 4 മാസമായി ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരു സഹോദരന് പുതിയ ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ. കീറിയ പേജുകളായിട്ട് ഈ ഇരിക്കുന്ന ബൈബിള് കർത്താവ് കാണിക്കുന്നു. അതുപോലെ തന്നെ പൊടി പിടിച്ചിരിക്കുന്ന ബൈബിളിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ലോൺ സംബന്ധമായ ഒരു വ്യക്തിയുടെ പ്രതിസന്ധിയിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശ്വാസമുട്ട് രോഗികൾ ഈ സമയം പ്രാർത്ഥിക്കട്ടെ. നാളുകളായിട്ടുള്ള ശ്വാസമുട്ട് രോഗം കർത്താവ് ഒരു മകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശിരിരി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കീമോ കഴിഞ്ഞ് വലിയ ദുഃഖത്തോടെയും നിരാശയോടെയും ആയിരിക്കുന്ന ഒരു ക്യാൻസർ രോഗിയെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുക. ദൈവത്തെ സ്തുതിക്കാൻ അറിയാത്ത ഒരു സമൂഹത്തെ കർത്താവ് കാണിക്കുക. എല്ലാവരോടും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കാൻ ഈശോ പറയുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പേര് ബീന പോളി. വീട് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് പുല്ലൂരാണ്. എനിക്ക് 10 വർഷത്തിലധികമായി പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. പല ഡോക്ടർമാരെയും കണ്ടു, പല ഹോസ്പിറ്റലിലും പോയി. എല്ലാവരും പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം, ഓപ്പറേഷൻ വേണമെന്ന്. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പീരീഡ്സ് ആകുമ്പോൾ മരുന്ന് കഴിച്ചാൽ മതി. അത് കഴിക്കാൻ പറഞ്ഞ് ഡോക്ടർ മരുന്ന് എഴുതി തന്നു. കുറേ നാൾ ആ മരുന്ന് കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് ആ മരുന്ന് കഴിച്ചാലും എനിക്ക് യാതൊരു കാര്യമില്ല. 10 ദിവസത്തിലധികം നീണ്ടു നിൽക്കും. പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ക്ഷീണവും വയ്യായിയൊക്കെ വന്നു, കിതപ്പ് തുടങ്ങി. അപ്പോൾ കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിൻ്റെ പ്രശ്നമൊന്നുമല്ല, അത് ബ്ലഡ് ഭയങ്കര കൗണ്ട് കുറവാണ്, 8 ഉള്ളൂ. അതുകൊണ്ട് ഇനി ബ്ലഡ് വയ്ക്കാനുള്ള ഗുളിക സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇനി എല്ലാവരും കൂടി തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി ഓപ്പറേഷൻ ചെയ്യാം, യൂട്രസ് റിമൂവ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞാനാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു 1.5 വർഷത്തോളമായിട്ട് അത്ഭുത ജപമാല എന്നും മുടങ്ങാതെ കാണാറുണ്ടായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയോടൊപ്പം ഈ അത്ഭുത ജപമാലയിൽ പങ്കെടുക്കും. അത് വിടാറില്ല. അപ്പോൾ ഒരു ദിവസം അത്ഭുത ജപമാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാർച്ച് മാസത്തിൽ 2ാമത്തെ ആഴ്ചയിലാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞു ബീന എന്ന മകളുടെ അതികഠിനമായ ബ്ലീഡിങ് പീരീഡ്സ് ആകുമ്പോഴുള്ളത് കർത്താവ് എടുത്തു മാറ്റുന്നു, സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഈശോയോട് നന്ദി പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പതിവ് പോലെ പീരീഡ്സായി. ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല, വളരെ നോർമലായിട്ട് ബ്ലീഡിങ് ഉണ്ടായുള്ളൂ. ഇപ്പോൾ 6 മാസമായി ഞാൻ ഒരു മരുന്നും ഉപയോഗിക്കണില്ല. വളരെ നോർമലായിട്ട് ഒരു 5 ദിവസമൊക്കെ ആകുമ്പോൾ ബ്ലീഡിങ് നിൽക്കും, ഒരു പ്രശ്നവും എനിക്കില്ല. എനിക്കിത് ഈ അത്ഭുത ജപമാലയുടെ കിട്ടിയ സൗഖ്യമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അന്തോണീസിനും ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹം വാങ്ങി തന്നതിന് 1000 നന്ദി പറയുന്നു. നമ്മളൊരു ഏൽറുഹ ധ്യാന മന്ദിരത്തിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട ഓൺലൈൻ ശുശ്രൂഷയാണ് ഏൽറുഹ അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയും. ഈ അത്ഭുതങ്ങളുടെ ജപമാല എന്ന ഓൺലൈൻ ശുശ്രൂഷ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 7:30 സംപ്രേഷണം ചെയ്യുന്ന, യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അതിലൂടെയാണ് ഈ കൊച്ചു ധ്യാന മന്ദിരത്തെ പറ്റി ഈ ലോകം മുഴുവനും ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിക്കൊണ്ടുള്ള, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഈ ശുശ്രൂഷയിൽ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ശുശ്രൂഷയിൽ നടന്നൊരു അത്ഭുത സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന ഇത് സാധിക്കുന്നവരെല്ലാം യൂട്യൂബിൽ നിന്ന് കാണുക.
ഇത് ഈ റെക്കോർഡായിട്ടുള്ള ഈ ശുശ്രൂഷ കാണുന്ന മക്കൾ, ഇപ്പോൾ ഈ സഹോദരി കണ്ടത് ഒരു പക്ഷേ റെക്കോർഡ് ശുശ്രൂഷയായിരിക്കാം. കാരണം ഭൂരിഭാഗം പേര് ഇത് കാണുന്നത് 2 മണിക്കൂറുള്ള ഈ ശുശ്രൂഷ ചിലപ്പോൾ തുടർച്ചയായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട്, അവർക്ക് ലൈവായിട്ട് കാണാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പല സമയത്തായിട്ട് ഇത് കാണുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2021 ഈ അത്ഭുത ജപമാല ഇപ്പോഴും നിയോഗം വെച്ച് കാണുന്നവരുണ്ട്. അങ്ങനെ 33 അത്ഭുതങ്ങളുടെ ജപമാല, 21 അത്ഭുതങ്ങളുടെ ജപമാല, അല്ലെങ്കിൽ 3 അത്ഭുതങ്ങളുടെ ജപമാല, അല്ലെങ്കിൽ 90 അത്ഭുതങ്ങളുടെ ജപമാല, ഇതൊക്കെ യൂട്യൂബിലുള്ളത് ആളുകളിങ്ങനെ നിയോഗം വെച്ച് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളാണ് കർത്താവ് പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥം വഴി നടന്നുകൊണ്ടിരിക്കുക. ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയും ഈ അത്ഭുതങ്ങളുടെ ജപമാല പോലെ തന്നെ കർത്താവ് വെളിപ്പെടുത്തി തന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിച്ച് സ്തുതിക്കുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പോലെ ഈ അവതരിച്ച വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് സ്തുതിക്കുമ്പോഴും ഈ കൂട്ടായ്മയിൽ വൻ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തിക്കൊണ്ട് വിശ്വാസത്തോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.